അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെറുമൊരു യാദൃച്ഛികതയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തളർന്നു നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിന് റബ്ബ് നൽകുന്ന ഒരു ആശ്വാസ വാക്കാകാം ഇത്. നമ്മളെല്ലാവരും ഓടുകയാണ് അല്ലേ? രാവിലെ മുതൽ രാത്രി വരെ വിജയത്തിന് പിന്നാലെ, പണത്തിന് പിന്നാലെ, അംഗീകാരങ്ങൾക്ക് പിന്നാലെ. ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും ശ്വാസമൊന്ന് അടക്കി പിടിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ ഞാൻ ആരുടേതാണ് എന്ന്? ചുറ്റിലും ആയിരക്കണക്കിന് ആളുകളുണ്ടാകാം, സോഷ്യൽ മീഡിയയിൽ നൂറുകണക്കിന് സുഹൃത്തുക്കളുണ്ടാകാം, വലിയ ആഘോഷങ്ങൾക്കിടയിലാകാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വല്ലാത്ത ശൂന്യത അനുഭവപ്പെടാറില്ലേ? ഒരു വലിയ ആൾക്കൂട്ടത്തിന് നടുവിലും നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നാറില്ലേ? അറിയുക, സൃഷ്ടാവിനെ മറന്ന ഹൃദയങ്ങളെ നിറയ്ക്കാൻ ഈ ലോകത്തെ ഒരു സൃഷ്ടിക്കും കഴിയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു പേരിനെക്കുറിച്ചല്ല. അതൊരു ശബ്ദമല്ല, അതൊരാശയവുമല്ല. അത് പ്രപഞ്ചത്തിൻ്റെ ആധാരമായ, നമ്മുടെ ഓരോ ശ്വാസത്തിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹു എന്ന മഹാസത്യത്തെക്കുറിച്ചാണ്. നമ്മൾ തകർന്നു പോകുമ്പോൾ, ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും സാരമില്ല, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ ചേർത്ത് പിടിക്കുന്നവൻ. നമ്മൾ അവനെ മറന്ന് നടക്കുമ്പോഴും നമുക്ക് ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും നൽകി നമ്മെ പരിപാലിക്കുന്നവൻ. നമ്മുടെ കണ്ണുനീർ തുളികൾ മണ്ണിൽ വീഴുന്നതിന് മുൻപേ അതറിയുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഒരു വിനോദമല്ല, ഇതൊരു തിരിച്ചറിവാണ്. മരീചികൾക്ക് പിന്നാലെ ഓടിത്തളർന്ന നമ്മുടെ ഹൃദയങ്ങൾ സ്വന്തം റബ്ബിലേക്ക് നടത്തുന്ന ഒരു മടക്കയാത്രയാണ്. വരൂ, നമുക്കവനെ അറിയാം. ആ സ്നേഹത്തിൻ്റെ തണലിലേക്ക് നമുക്ക് മടങ്ങാം. നമുക്ക് ചുറ്റും ഇരുട്ട് പടരുമ്പോൾ, പ്രതിസന്ധികൾ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ ഒന്നായി നമ്മെ തളർത്തുമ്പോൾ, ലോകം മുഴുവൻ നമുക്കെതിരാണെന്ന് തോന്നുമ്പോൾ, നമ്മുടെ നാവിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആ പേരേതാണ്? ഉമ്മ അല്ലേ? ഒരു കൊച്ചു കുഞ്ഞ് കളിക്കിടയിൽ വീഴുമ്പോൾ, മുട്ടുപൊട്ടി ചോര വരുമ്പോൾ ആ കുഞ്ഞ് കരഞ്ഞു വിളിക്കുന്നത് ഉമ്മ എന്നാണ്. എന്തുകൊണ്ടാണ് ആ വിളി? കാരണം ആ കുഞ്ഞിൻ്റെ ലോകം ആ ഉമ്മയാണ്. തൻ്റെ വേദന മാറ്റാൻ, തന്നെ നെഞ്ചോട് ചേർക്കാൻ, തന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആ ഉമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വിശ്വാസമാണത്. ആ ഉമ്മയുടെ സ്നേഹം എത്ര വലുതാണ്! 9 മാസം വയറ്റിലും പിന്നെ ജീവിതകാലം മുഴുവൻ മനസ്സിലും നമ്മെ ചുമക്കുന്ന ആ സ്നേഹം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ, ആ ഉമ്മയുടെ ഹൃദയത്തിൽ നമ്മളോട് ഇത്രയും വലിയ സ്നേഹം നിറച്ചൊരു ശക്തിയുണ്ട്. ആ ഉമ്മയുടെ സ്നേഹത്തെക്കാൾ 70 മടങ്ങിലധികം നമ്മെ സ്നേഹിക്കുന്ന, നമ്മൾ വീഴുമ്പോൾ താങ്ങുന്ന, നമ്മൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന, നമ്മൾ പോലും അറിയാതെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ആ മഹാശക്തി, അതാണ് അല്ലാഹു. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും കൂടെയുള്ളവൻ. ആ അല്ലാഹുവിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴമളക്കാൻ ഈ പ്രപഞ്ചത്തിലെ വാക്കുകൾ മതിയാവില്ല. പ്രിയപ്പെട്ടവരെ, നാം ദിവസവും എത്രയോ തവണ ഉച്ചരിക്കുന്നൊരു വാക്കാണ് അല്ലാഹു. എന്നാൽ അതൊരു വെറും പേരല്ല, അതൊരു അഭയസ്ഥാനമാണ്, ഒരു പ്രപഞ്ച സത്യമാണ്. ചരിത്രത്തിൻ്റെ താളുകളൊന്ന് മറിച്ചു നോക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫലസ്തീൻ്റെ മണ്ണിൽ ഈസാ നബി അലൈഹിസലാം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ചിരുന്നത് ഏത് ഭാഷയിലാണെന്നറിയാമോ? ആ വിളി കേൾക്കാൻ എത്ര മനോഹരമായിരുന്നിരിക്കണം! അദ്ദേഹം സംസാരിച്ചിരുന്ന അരമായ ഭാഷയിൽ എലോഹി എന്നും വേദഗ്രന്ഥങ്ങളിൽ എലീഹിം എന്നുമൊക്കെയാണ് ആ ഏക ദൈവത്തെ വിളിച്ചിരുന്നത്. കാലങ്ങൾ മാറി, ഭാഷകൾ മാറി, പക്ഷേ ആ വിളി ചെന്നെത്തുന്നത് ഒരേ ഒരു ഉടമസ്ഥനിലേക്കാണ്. അറബി ഭാഷയിലെ ഇലാഹ് എന്ന വാക്കിന് പണ്ഡിതന്മാർ നൽകുന്ന അർത്ഥങ്ങൾ കേട്ടാൽ നമ്മുടെ ഉള്ളൊന്നു പിടയും. അതിന് പ്രധാനമായും 2 മാനങ്ങളാണുള്ളത്. വിസ്മയങ്ങളുടെ വിധാതാവ്. ആദ്യത്തെ അർത്ഥം നമ്മെ അത്ഭുതപ്പെടുത്തുന്നവനെന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തെളിഞ്ഞ ആകാശത്തിന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയിട്ടുണ്ടോ? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, അവയൊന്നും പരസ്പരം കൂട്ടിയിടിക്കാതെ ഒരു താളത്തിൽ ചലിക്കുന്നു. ഒരു ചെറിയ വിത്തിൽ നിന്ന് കൂറ്റൻ മരങ്ങൾ ഉണ്ടാകുന്നത് നോക്കും. വസന്തകാലത്ത് വിരിയുന്ന പൂക്കളുടെ നിറക്കൂട്ടുകൾ നോക്കൂ. ഈ വിസ്മയങ്ങൾക്കെല്ലാം പിന്നിലൊരു കരമുണ്ട്. ആ വിസ്മയമാണ് ഇലാഹ്. ഒരു ഉദാഹരണം പറയാം. ഒരു കൊച്ചുകുട്ടി ആദ്യമായി കടൽ കാണുമ്പോൾ അതിൻ്റെ തിരമാലകൾ കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ വിശാലത കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്ന ആ ഒരു ആദരവും വിസ്മയവും ഉണ്ടല്ലോ, അതാണ് ഇലാഹ് എന്ന വാക്കിൻ്റെ കാതൽ, ഏകമായ അഭയസ്ഥാനം. രണ്ടാമത്തെ അർത്ഥം കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുക. അലഹ എന്നാൽ അഭയം തേടി ഓടിയെത്തുക എന്നാണ് അർത്ഥം. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു വലിയ കൊടുങ്കാറ്റ് വീശുന്നു. ആകാശത്ത് പറക്കുന്ന ഒരു ചെറിയ പക്ഷി കാറ്റിലും മഴയത്തും ചിറകുകൾ തളർന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഉഴലുന്നു.
ആ പക്ഷി ആഞ്ഞു പിടിച്ച് പറക്കുന്നത് എങ്ങോട്ടായിരിക്കും? തൻ്റെ സുരക്ഷിതമായ ആ ചെറിയ കൂടണയാൻ വേണ്ടിയല്ലേ? അവിടെ എത്തിയാൽ കിട്ടുന്ന ആ ഒരു ആശ്വാസം, അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പരീക്ഷണങ്ങളുടെ കൊടുങ്കാറ്റുകൾ വരും. രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്. ഈ ലോകം മുഴുവൻ നമ്മെ പുറന്തള്ളുമ്പോൾ നമ്മെ ചേർത്തു പിടിക്കുന്ന, നമുക്ക് ശാന്തി നൽകുന്ന ആ കൂടാണ് അല്ലാഹു. നമ്മൾ തകർന്നു പോകുമ്പോൾ നമ്മെ താങ്ങി നിർത്തുന്ന ആ തണൽ മരം. അതുകൊണ്ടാണ് നാം പറയുന്നത് അല്ലാഹുവിനെ അറിയുക എന്നാൽ സമാധാനത്തിൻ്റെ വഴി കണ്ടെത്തുക എന്നാണെന്ന്. അവൻ നമ്മെ അത്ഭുതപ്പെടുത്തുന്നവനും അതേസമയം തന്നെ നമ്മെ ആശ്വസിപ്പിക്കുന്നവനുമാണ്. ഇനി നമുക്ക് ചരിത്രത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന ഒരു ഏടിലേക്ക് നോക്കാം. ഏതാണ്ട് 40 വയസ്സുള്ള മൂസാ നബി അലൈഹിസ്സലാം. മരുഭൂമിയിലെ ആ വിജനതയിൽ വച്ച് അദ്ദേഹം ആ കത്തുന്ന മരം കണ്ടു. അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാനുള്ള ആ വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ ദൗത്യം എന്തായിരുന്നു? അന്നത്തെ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഞാനാണ് വലിയ ദൈവം എന്ന് അഹങ്കരിച്ചു നടന്ന ഫിറൗനിന്റെ മുന്നിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലുക. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം ഫിറൗനിന്റെ പിന്നിലുണ്ട്. അവന്റെ ഒരു വാക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കാൻ കഴിയും. മൂസാ നബിയുടെ കയ്യിലോ ആടുകളെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരവടി മാത്രം. മനുഷ്യസഹജമായ ഭയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ വമ്പൻ സാമ്രാജ്യത്തെ ഞാൻ നേരിടുക? അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ ആ മറുപടി പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അല്ലാഹു പറഞ്ഞു, മൂസ, ഭയപ്പെടണ്ട. നീ അറിയണം, ഇത് ഞാനാണ് അല്ലാഹു. എൻ്റെ സാന്നിധ്യത്തിൽ നീ മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല. ഈ ഒരൊറ്റ തിരിച്ചറിവ്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ആ ഉറച്ച ബോധ്യം മതിയായിരുന്നു മൂസാ നബിക്ക് ആ സൈന്യത്തിനു മുന്നിൽ പതറാതെ നിൽക്കാൻ. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്ന് ചേർത്ത് വെച്ച് നോക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ഫിറൗന്മാർ ഉണ്ടാകാം. അത് ഈജിപ്തിലെ രാജാവിനെ പോലെ കിരീടം വെച്ചവരാകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന കടബാധ്യതകളാകാം നിങ്ങളുടെ ഫിറൗൻ. വിട്ടുമാറാത്ത രോഗങ്ങളാകാം നിങ്ങളുടെ ഫിറൗൻ. ഉള്ളൊരുക്കുന്ന മാനസിക വിഷമങ്ങളാകാം നിങ്ങളുടെ ഫിറൗൻ. അല്ലെങ്കിൽ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ചില മനുഷ്യരാകാം നിങ്ങളുടെ ഫിറൗൻ. ഒരു ഉദാഹരണം പറയാം. ഒരു കൊച്ചുകുട്ടിക്ക് ഇരുട്ടത്ത് നടക്കാൻ പേടിയുണ്ടാകും. പക്ഷേ ആ കുട്ടിയുടെ കൈ പിതാവോ ഉമ്മയോ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പേടി പമ്പ കടക്കും. കാരണം താൻ ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ആ കുഞ്ഞിന് ധൈര്യം നൽകുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുടെ ഇരുട്ട് പടരുമ്പോൾ അല്ലാഹുവിൻ്റെ കൈ നമ്മെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടോ? കടം കൊണ്ട് വീർപ്പുമുട്ടുമ്പോഴും രോഗം കൊണ്ട് ശരീരം തളരുമ്പോഴും എൻ്റെ റബ്ബ് കൂടെയുണ്ട് എന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലുതാകുമ്പോഴല്ല, മറിച്ച് നിങ്ങളുടെ റബ്ബ് എത്ര വലിയവനാണെന്ന് നിങ്ങൾ മറന്നുപോകുമ്പോഴാണ്. നിങ്ങളുടെ മുന്നിലുള്ള കടലുകൾ പിളരാനും നിങ്ങളുടെ ഫിറൗന്മാർ മുങ്ങിപ്പോകാനും അല്ലാഹുവിൻ്റെ ഒരൊറ്റ കുൻ എന്ന കൽപ്പന മതി. അതുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങുക, അവനെ അറിയുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ. നമ്മൾ ശരിക്കും ജീവിക്കുകയാണോ അതോ വെറും യാന്ത്രികമായി ചലിക്കുകയാണോ? രാവിലെ അലാറം അടിക്കുന്നു, കണ്ണ് തുറക്കുന്നു, തിരക്കിട്ട് ജോലിക്ക് പോകുന്നു, ആഹാരം കഴിക്കുന്നു, വീണ്ടും ജോലി, രാത്രിയായാൽ തളർന്നുറങ്ങുന്നു. പിറ്റേന്നും ഇതേ ചക്രം ആവർത്തിക്കുന്നു. ഒരു മെഷീനെ പോലെ അല്ലെങ്കിൽ വിമാനങ്ങളിലെ ഓട്ടോ പൈലറ്റ് മോഡ് പോലെ എന്തിനാണിതൊക്കെ ചെയ്യുന്നതെന്ന് പോലും ആലോചിക്കാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്? എൻ്റെ ഈ ഓട്ടത്തിൻ്റെ ലക്ഷ്യമെന്താണ്? വിശുദ്ധ ഖുർആൻ ഈ ചോദ്യത്തിന് വളരെ ലളിതവും എന്നാൽ അഗാധവുമായ ഒരു മറുപടി നൽകുന്നുണ്ട്. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ ആരാധന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നിസ്കാരവും നോമ്പും മാത്രമായിരിക്കും. എന്നാൽ മഹാനായ പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന് നൽകിയ വ്യാഖ്യാനം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അദ്ദേഹം പറഞ്ഞു, ആരാധിക്കുക എന്നാൽ എന്നെ അറിയുക എന്നാണ് അർത്ഥം. ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമുക്ക് പുതിയ ഐഫോൺ ഇറങ്ങിയാൽ അതിൻ്റെ ഫീച്ചറുകളെക്കുറിച്ച് എല്ലാം അറിയാം. പുതിയ കാറുകളുടെ കുതിപ്പിനെക്കുറിച്ചും സിനിമാ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും, എന്തിന് ഇങ്ങ് കേരളത്തിലിരുന്ന് അമേരിക്കയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് വരെ നമുക്കറിവുണ്ട്. നമുക്ക് ചുറ്റുമുള്ള മരങ്ങളെയും ചെടികളെയും ഇഷ്ടികകളെയും കുറിച്ച് പോലും നാം പഠിക്കുന്നു. പക്ഷേ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ.
ഇതെല്ലാം നമുക്ക് നൽകിയ ആ സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് എന്തറിയാം? അവൻ എത്രമാത്രം കരുണയുള്ളവനാണ്. അവൻ എങ്ങനെയാണ് തൻ്റെ അടിമകളെ ചേർത്തു പിടിക്കുന്നത്? അവൻ്റെ നാമങ്ങളുടെ അർത്ഥമെന്താണ്? ഇവിടെയാണ് നമ്മുടെ പരാജയം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരാളിൽ നിന്നൊരു വലിയ സമ്മാനം കൈപ്പറ്റുന്നു എന്ന് കരുതുക. നിങ്ങൾ ആ സമ്മാനപ്പൊതി തുറന്ന് അതിലെ വസ്തുക്കളെ പുകഴ്ത്തുന്നു, അത് ഉപയോഗിച്ച് ആസ്വദിക്കുന്നു. പക്ഷേ അത് തന്നയാളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നില്ല, അദ്ദേഹത്തോട് നന്ദി പറയുന്നില്ല. എത്ര വലിയ നന്ദികേടാണത്! ഈ പ്രപഞ്ചവും നമ്മുടെ ജീവനും ആരോഗ്യവുമെല്ലാം അള്ളാഹു തന്ന സമ്മാനങ്ങളാണ്. പക്ഷേ നമ്മൾ സമ്മാനങ്ങളിൽ മുഴുകി സമ്മാനിച്ചവനെ മറന്നുപോയി. നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾക്കും മനസ്സമാധാനമില്ലായ്മയ്ക്കും പ്രധാന കാരണം ഈ അറിവില്ലായ്മയാണ്. നമ്മെ പടച്ചവനെ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ തകർന്നു പോകുന്നത്. അള്ളാഹുവിനെ അറിയുക എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വേരുകൾ ഉറപ്പിക്കുക എന്നാണ് അർത്ഥം. ആ വേരുകൾ ഉറപ്പുള്ളതാണെങ്കിൽ ഏതു വലിയ കാറ്റിലും നിങ്ങൾ ഉലയില്ല. സ്നേഹം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്ക്. അറബി ഭാഷയിൽ സ്നേഹത്തെ സൂചിപ്പിക്കാൻ ഹുബ്, മഹബത്ത്, ഇഷ്ക് എന്നിങ്ങനെ എത്രയോ പദങ്ങളുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അലഹ എന്ന വാക്കിൻ്റെ പേരുകളാണ്. ഇതിന് അങ്ങേയറ്റത്തെ സ്നേഹം, ഇൻറ്റൻസ് ലവ് എന്നാണ് അർത്ഥം. വെറുമൊരു സ്നേഹമല്ല ഇത്, മറ്റെല്ലാം മറന്നുപോകുന്ന തരത്തിലുള്ള ഒരു തന്മാത്രീയമായ അടുപ്പം. ഇതിനെ ഏറ്റവും മനോഹരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരു കുഞ്ഞിന് തൻ്റെ ഉമ്മയോടുള്ള സ്നേഹത്തിലൂടെയാണ്. ഈ ദൃശ്യമൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. തിരക്കേറിയ ഒരു ചന്ത, വർണ്ണാഭമായ മിഠായികളും കളിക്കോപ്പുകളും കൊണ്ട് നിറഞ്ഞ കടകൾ. ഒരു കൊച്ചു കുഞ്ഞ് ഉമ്മയുടെ വിരലിൽ തൂങ്ങി നടക്കുകയാണ്. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയോ വെച്ച് ഉമ്മയുടെ കൈ ആ കുഞ്ഞിന് നഷ്ടപ്പെടുന്നു. ആ നിമിഷം ആ കുഞ്ഞ് എന്തു ചെയ്യും? അതുവരെ താൻ കൊതിച്ചിരുന്ന ആ ചുവന്ന മിഠായിയോ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടമോ ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുമോ? ഇല്ല, അവൻ ഉച്ചത്തിൽ കരയും. അവൻ കരയുന്നത് വിശന്നിട്ടല്ല, മിഠായി കിട്ടാത്തതുകൊണ്ടല്ല, അവൻ്റെ പ്രപഞ്ചമായ, അവൻ്റെ സർവസ്വമായ ഉമ്മയെ കാണാത്തതുകൊണ്ടാണ്. ആ ഉമ്മയെ തിരികെ കിട്ടുന്നതുവരെ ഈ ലോകത്തിലെ ഒരു വജ്രം നൽകിയാലും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരങ്ങളും പ്രാർത്ഥനകളും ഈ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെയാണോ? നമ്മുടെ പ്രാർത്ഥനകളിൽ ആ വിരഹമുണ്ടോ? അതോ അതൊരു ചടങ്ങായി മാറിയോ? അള്ളാഹുവിനെ കിട്ടാനാണോ നമ്മൾ നിസ്കരിക്കുന്നത്? അതോ നിസ്കാരം തീർക്കാനാണോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ നാവുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനേക്കാൾ വലിയ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. പലപ്പോഴും നമ്മുടെ സ്നേഹം വഴിമാറിപ്പോവാറുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയേക്കാൾ നമ്മുടെ ജോലിയെ സ്നേഹിക്കുമ്പോൾ, സൃഷ്ടാവിൻ്റെ തൃപ്തിയേക്കാൾ പണത്തെയും പ്രശസ്തിയെയും സ്നേഹിക്കുമ്പോൾ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മുടെ പങ്കാളിക്കോ സുഹൃത്തിനോ വേണ്ടി നാം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇലാഹിനെ, അതായത് ദൈവത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ അഥവാ ഈഗോ ആൻഡ് ഡിസയേഴ്സിനെ നമ്മൾ ദൈവമായി പ്രതിഷ്ഠിക്കുകയാണ്. ഖുർആൻ ഗൗരവത്തോടെ ചോദിക്കുന്നുണ്ട്, തൻ്റെ ഇച്ഛകളെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലേ എന്ന്. സത്യത്തിൽ അള്ളാഹുവിനെ പ്രണയിച്ചു തുടങ്ങിയാൽ ജീവിതം എത്ര സുന്ദരമായിരിക്കും. ലോകം നമ്മെ വെറുത്താലും നമ്മെ സ്നേഹിക്കാൻ അവനുണ്ടെന്ന ബോധ്യം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരു ജോലി അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തുന്നതാണെങ്കിൽ എനിക്കിത് വേണ്ട, എനിക്ക് എൻ്റെ റബ്ബിനെ മതി എന്ന് പറയാനുള്ള ആർജവം ആ സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പണം തരുന്നവനേക്കാൾ പണം നൽകുന്നവൻ്റെ ഉടമസ്ഥനെ സ്നേഹിക്കുക, അതാണ് യഥാർത്ഥ വിജയം. സുഹൃത്തുക്കളെ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ 6000-ലധികം വചനങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസിയെ ഏറ്റവും മഹത്തായ വചനമെന്ന് വിളിച്ചത്? എന്താണ് അതിൻ്റെ രഹസ്യം? കാരണം ആ വചനം നമ്മുടെ റബ്ബിനെ നമുക്ക് മുന്നിൽ വരച്ച് കാട്ടിത്തരുന്നുണ്ട്. നാം തളർന്നുറങ്ങുമ്പോഴും ഒരിറ്റുപോലും മയങ്ങാതെ നമുക്ക് കാവൽ നിൽക്കുന്നവൻ, ഈ ലോകത്ത് ആരും കാണാത്ത നമ്മുടെ കണ്ണുനീർ തുള്ളികളെ കാണുന്നവൻ, വാക്കുകൾ കൊണ്ട് പുറത്തു പറയാത്ത നമ്മുടെ ഹൃദയത്തിലെ തേങ്ങലുകൾ കേൾക്കുന്നവൻ. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? നമുക്കൊരു മാറ്റം ഇന്നു മുതൽ തുടങ്ങിക്കൂടെ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ പഴയ ഓട്ടോ പൈലറ്റ് ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകണോ? തിരക്കുകൾക്കിടയിൽ ഒന്ന് നിൽക്കൂ, ഒരു ദീർഘശ്വാസം എടുത്ത് സ്വന്തം മനസ്സിനോട് ചോദിക്കൂ, ഞാൻ ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ അവസാനിച്ചേക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിലെ മാറ്റം ഇവിടെ അവസാനിക്കരുത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരേ ഒരു സത്യം മാത്രം ഇന്ന് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കൂ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം, പ്രിയപ്പെട്ടവർ പോലും നിങ്ങളെ മനസ്സിലാക്കാതെ പോയേക്കാം. പക്ഷേ ഓർക്കുക, നിങ്ങൾ വിതുമ്പുമ്പോൾ ആ കണ്ണുനീർ തുള്ളികൾ മണ്ണിൽ വീഴുന്നതിന് മുൻപേ കാണുന്ന ഒരുവനുണ്ട്. വാക്കുകൾ കൊണ്ട് പുറത്തു പറയാത്ത നിങ്ങളുടെ ഉള്ളുരുക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരുവനുണ്ട്. നിങ്ങൾ തളർന്നു വീഴുമ്പോൾ ആരും കാണാതെ നിങ്ങളെ താങ്ങി നിർത്തുന്ന ഒരു റബ്ബുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി, ഓർക്കുക, നിങ്ങളുടെ റബ്ബ് അതിനേക്കാൾ എത്രയോ വലിയവനാണ്. ഇന്നു മുതൽ നമുക്കൊരു ചെറിയ തീരുമാനമെടുത്തുകൂടെ? ഇനി മുതൽ നിസ്കാരം വേഗത്തിൽ തീർക്കേണ്ട ഒരു കടമയായിട്ടല്ല, മറിച്ച് പ്രപഞ്ചനാഥനുമായുള്ള ഒരു പ്രണയ സംഭാഷണമായി നമുക്ക് കാണാം.
നമ്മുടെ ദുആവുകൾ വെറും വായ്പാട്ടിലാവരുത്, മറിച്ച് ചന്തയിൽ ഉമ്മയെ നഷ്ടപ്പെട്ട ആ കുഞ്ഞു ഉമ്മയെ വിളിച്ചു കരയുന്നത് പോലെ ആത്മാവിൽ നിന്നുള്ള ഒരു തേങ്ങലാവട്ടെ. ലോകം മുഴുവൻ നമ്മെ പുറന്തള്ളിയാലും അള്ളാഹു നമ്മെ സ്വീകരിക്കുന്നുവെങ്കിൽ വിശ്വസിക്കൂ, നമ്മളാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ വിജയികൾ. അവനെ സ്നേഹിച്ചു തുടങ്ങൂ, അവനെ അടുത്തറിയാൻ ശ്രമിക്കൂ, എല്ലാ ഭാരങ്ങളും അവനിൽ ഏൽപ്പിക്കൂ. അപ്പോൾ നിങ്ങൾ അത്ഭുതത്തോടെ തിരിച്ചറിയും, സമാധാനം തേടി നമ്മൾ എങ്ങോട്ടും അലയേണ്ടതില്ല. ആ സമാധാനം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ ഉണ്ടെന്ന്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അവൻ്റെ തണലിനും സ്നേഹത്തിനും അർഹരാകട്ടെ. നമ്മുടെ അസ്വസ്ഥമായ ഹൃദയങ്ങൾ അവൻ്റെ നാമത്തിൽ ശാന്തമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഏവർക്കും നന്മകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.